ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കബാബുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ബീഫിൻ്റെ മിൻസ് ഞാനിവിടെ ആക്കിയത് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയിലിട്ടത് മിൻസാക്കിയതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2-3 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ചില്ലി ഫ്ലേക്സ് ഒരു 1 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ, മല്ലി നമ്മൾ ചതച്ചതാണിത്, മല്ലി ചതച്ചത് 1 ടീസ്പൂൺ, ചാട്ട് മസാല ഒരു 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്ക് ഈ ബീഫിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് ഞാനിവിടെ കീമയാണേലും അല്ലെങ്കിൽ ബീഫിൻ്റെ മീൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്കതിനകത്തേക്ക് ഞാൻ ഒരു സവാള ഉള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ഒട്ടും വെള്ളമില്ലാതെ എടുത്തിരിക്കുന്നതാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. കബാബ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന സാധനത്തിനകത്തൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്നുകൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് കൊടുക്കാം. കുതിർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ടിത് പിഴിഞ്ഞ് നമുക്കതിനകത്ത് മുഴുവനായിട്ടിത് സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കബാബിൻ്റെ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ നന്നായിട്ട് ഞാനത് സ്ക്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മസാലയിലേക്ക് തന്നെ ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൂടെ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും കൈകൊണ്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാനിത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. കുറഞ്ഞത് ഒരു അരമണിക്കൂർ സമയത്തേക്കെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കണം. എന്നിട്ട് വേണം നമുക്കിതിൻ്റെ കബാബ് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അരമണിക്കൂറിന് ശേഷം വീണ്ടും ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്കിനി ഇത് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് അല്പം എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് കൈ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് കബാബ് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് ഞാൻ ഇതുപോലൊരു ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റിനകത്തേക്ക് വെച്ച് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഒന്നിനൊന്ന് തൊടാതെ നമുക്ക് നിരത്തി വെച്ചതിന് ശേഷം പ്ലേറ്റിൽ തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രീസായി ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് ഫ്രീസായി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കബാബ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെക്കരുത്. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഞാൻ കുറച്ച് കബാബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചൂട് ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി കബാബാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.
ഓക്കെ ബൈ.